അപ്പോൾ ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഒരു സമയത്ത് മിക്കവാറും എല്ലാ മാസവും എന്ന നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഒരു തീപിടുത്തമുണ്ടായത്. പത്തോളം കടകൾക്ക് അന്ന് നാശനഷ്ടമുണ്ടായി. വീണ്ടും നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജയലക്ഷ്മിയിലെ തീപിടുത്തം. എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? മാധു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ തീപിടുത്തങ്ങൾ വലിയ ആശങ്ക നഗരവാസികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ തന്നെ ഏതാണ്ട് 5ഓളം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാം. ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം, അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച തീപിടുത്തമുണ്ടായ ജയലക്ഷ്മി സിൽക്സിന്റെ മുൻഭാഗത്താണ്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായിരിക്കുന്നു. 2 ദിവസത്തിനിടയിൽ പ്രാഥമികമായ ഒരു പരിശോധന നടന്നിട്ടുണ്ട് മാധു. പക്ഷെ അപ്പോഴും എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നതിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്നിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. 50 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് ഈ മാനേജ്മെന്റ് നൽകിയിട്ടുള്ള പരാതി. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഇതിന്റെ 2ാം നിലയും 3ാം നിലയും അഗ്നിക്കിരയായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഈ വസ്ത്രങ്ങളൊക്കെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അവ ഉപയോഗിക്കാൻ കഴിയാതെ നശിച്ചുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇവർക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത്, അതിൻ്റെ സോഴ്സ് എന്താണ്, അതിൻ്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 2ാം നിലയിൽ നിന്ന് തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത് എവിടെ നിന്നാണ് അത് ആരംഭിച്ചത് എന്നുള്ള കാര്യത്തിലാണ് അവ്യക്തത. ഷോർട്ട് സർക്യൂട്ട് ആണോ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടവർ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ 2023 സമാനമായ രീതിയിൽ ജയലക്ഷ്മി സിൽക്സിൽ തീപിടുത്തമുണ്ടായിരുന്നു. അന്ന് ഷോർട്ട് സർക്യൂട്ട് തന്നെയായിരുന്നു വില്ലനായത്. അതിനു പിന്നാലെ ചില നിർദ്ദേശങ്ങൾ, ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ ഫയർഫോഴ്സിന്റെയും ഒപ്പം മറ്റ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഈ സിൽക്സിന് നൽകിയിരുന്നു, ജയലക്ഷ്മി സിൽക്സിന് നൽകിയിരുന്നു. അത് ഇതിന്റെ ഈ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇനിയൊരു തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളായിരുന്നു നൽകിയത്. ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളുമായി സംസാരിക്കുമ്പോൾ ഇതിന്റെ ഉടമ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ എന്ത് കാര്യമാണ് ഈ ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു ഉത്തരമാകേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ബസ് സ്റ്റാൻഡിൽ, നേരത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ തീപിടുത്തം നമുക്ക് ഓർമ്മയുണ്ടാകും. എത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരുന്നു ആ തീ അണക്കുന്നതിലേക്ക് എന്ന് നമ്മൾ കണ്ടിരുന്നു. എയർപോർട്ടിൽ നിന്നുൾപ്പെടെ ഈ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തിയാണ് ഏറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവിടെ തീ കെടുത്താനായി സാധിച്ചത്. ഇവിടെയും സമാനമായ സാഹചര്യമായിരുന്നു. ഏതാണ്ട് 4 മണിക്കൂറോളം നേരമെടുത്തു ഇവിടെയുള്ള തീ അണയ്ക്കാൻ. അപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇവിടെ തീ അണക്കാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു സംഭവം കോഴിക്കോട് നഗരത്തിൽ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം.